അരവിന്ദ 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 കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലടാ. എന്നെ വിളിക്കാതെ നീ മന്തി കഴിക്കാൻ പോയി അല്ലടാ. കൂട്ടുകാരല്ലടാ. നമ്മളിനി ഇല്ല, ഞാനും നിങ്ങളും മാത്രം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. ഇതിരിക്കട്ടെ. പോണോ? മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. മാറാനേ വന്നു, എന്നോട് മാറാൻ പറഞ്ഞു. നിനക്കറിയോ, എനിക്ക് വേണ്ടി എന്റെ പെങ്ങൾ ഉമ്മ ഇവിടെ കാത്തിരിക്കുന്നതാ. പെങ്ങൾ ഊമയോ? അല്ലടാ, എന്റെ പെങ്ങൾ ഉമ്മ. അത് കണ്ണിൽ എണ്ണ ഒഴിച്ച്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപടാ. അവക്ക് എന്തിന്റെ കടിയാടാ? എനിക്ക് സമയമില്ല, മാറിക്കടാ. ചന്തു, അരവിന്ദ വിടാനാ പറഞ്ഞത്, എന്നോട് വിടാനാ പറഞ്ഞേ. അരവിന്ദ 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 നീ എന്നെ വിട്ടേക്ക് ചന്തു. പറ്റുന്നില്ല. അരവിന്ദ അരവിന്ദ കേറിവിടാ. പറ്റുന്നില്ല. അരവിന്ദ കേറ. നീ എന്നെ വിട്ടേക്ക്. അരവിന്ദ 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 ചന്തു, നിങ്ങളുള്ള വഴിയൊന്നും മറന്നില്ലല്ലോടാ. ഇത്രയും കാലം എവിടെ നീ? ഞാൻ ഇന്ത്യൻ നേവിയിൽ. നേവിയോ? നാവിക്കും തന്നോണ്ടല്ലോ. എന്നിട്ട് ഞാനങ്ങനല്ലോ അറിഞ്ഞത്. നീ തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിലെ പാർക്കിംഗ് സെക്യൂരിറ്റി അടിക്കുമെന്നല്ല അറിഞ്ഞത്. നിനക്ക് നമ്മുടെ അരവിന്ദനെ കാണണ്ടേ? അരിബന്ധം ഞാൻ എന്തിനാടാ കാണുന്നത്? ഊറ്റിയങ്ങ് വെച്ചാ പോരായോ? അരിബന്ധന്നല്ല, അരവിന്ദനെ കാണണ്ടേ? നമ്മുടെ അരവിന്ദ്, നമ്മുടെ അരവിന്ദ്. ഇതാ ഇവിടുത്തെ കുഴപ്പം. ഇതിനൊക്കെ വന്ധീകരണം നടത്തിയാലും വലിയ ശല്യം. ഞാൻ കരഞ്ഞതാടാ. നീ കരഞ്ഞാന്നോ? ദൈവമേ, പട്ടി ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നത്? നിനക്ക് ചായ വെള്ളവും എല്ലാം വേണമെന്നാണോ? അല്ല, നിനക്ക് ഉണ്ടമ്പരി കൂടെ തരാഞ്ഞാല്. നിനക്ക് നമ്മുടെ അരവിന്ദിനെ അടക്കിടാൻ കാണണ്ടോടാ. അരവിന്ദിന്റെ അടക്ക എന്തിനാടാ ഞാൻ കാണുന്നത്? പറിച്ചു വിൽക്കണം. സംശയമുണ്ടോ? എനിക്ക് അവിടെ നമ്മുടെ അരവിന്ദിനെ ജീവനോട് അടക്കിയിരിക്കുന്നു. സാധാരണ അകത്തല്ലടായിരുന്നേ, ഇതെന്താ വെളിക്കിരുത്തിയിരിക്കുന്നേ? പിന്നെ വെളിക്കിറങ്ങാൻ മുട്ടുന്നതന്നെ പിന്നെ വെളിക്കിരുത്താതെ പുരപ്പുറത്ത് കൊണ്ടിരുത്താൻ പറ്റും. ഇന്നലെ ഉഷ്ണം കൊണ്ട് എല്ലാവരും സിറ്റോട്ടി കിടന്ന് ഉറങ്ങിയത്. എന്നാ വെച്ചിട്ട് കാറ്റും വെളിച്ചം കിട്ടിട്ടെന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടിരുത്തിയത്. 2 ആഴ്ച കൊപ്രാകളത്തിലായിരുന്നു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ ഉത്സവത്തിനല്ലേ വരുന്നത്? പ്ലോട്ടായിട്ട് ഇട്ടോയോ? നല്ല വാടകയും കിട്ടും. കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ പറ്റിനോട് കൂടി ഒന്ന് ആലോചിക്കും. നോക്കണം നമ്മുടെ അരവിന്ദ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. മരുന്നുകളുടെ ലോകത്താണ് നമ്മുടെ അരവിന്ദൻ. അതെന്താ, അവൻ മെഡിക്കൽ സ്റ്റോർ വല്ലതായിരുന്നു ജോലി? എടാ, മരുന്നിലാവൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത്. ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ, ആയുർവേദത്തിൽ കാണിക്കണം? അതല്ലടാ, നീ വിളിക്കണം.
നമ്മുടെ അരവിന്ദൻ ഉണരണമെങ്കിൽ. ചെന്ന് വിളിക്കടാ, തിരിച്ചു കൊണ്ടുപോകണം നമ്മുടെ ലോകത്തേക്ക് അവനെ. അരവിന്ദ എഴുന്നേറ്റേ ചുമ്മാ എഴുന്നേറാ ചുമ്മാ ജോയി ആ വടി എടുത്തടാ ഇവന്റെ പുറം പൊളക്കെ ഒരെണ്ണം കൊടുക്കട്ടെ ഇരുന്ന് വേറെ കുറച്ചൊന്നുറാ അവനോട് പറയുന്നേ പിന്നെ അങ്ങനൊന്നും വിളിച്ചവൻ എഴുന്നേക്കത്തില്ല. അതെന്താ അവൻ മരുന്നിന്റെ ലോകത്താണാ. അരവിന്ദ നിനക്ക് ഞാൻ കൊണ്ടുവന്ന് എന്താന്ന് നോക്കടാ പാസ്പോർട്ട്. പാസ്പോർട്ട് ആ അതിന് ഈ നടുവ് നടന്നിരിക്കുന്നതിന് പൊക്കടിഞ്ഞ് ഗൾഫിൽ പോയിട്ട് ഈന്തപ്പനക്കകത്ത് കയറ്റാനോ? ഈന്തപ്പനൊക്കെ ഇരുന്ന് കാര്യമില്ലടാ. പാസ്പോർട്ട് കുപ്പി. ആ പാസ്പോർട്ടിലും വീണില്ല. എന്തോ ചെയ്യാനാ? എന്റെ വേറൊരു ഐറ്റം ഉണ്ട്. എന്തോടാ അത്? കൂൾ എടാ, പിടിപിടിച്ചോടാ. പോടാ അവിടുന്ന്. മോനെ അരവിന്ദ ഇതൊരെണ്ണം നീ എടുത്ത് അകത്ത് വെച്ചേ. ഇല്ലടാ, നമ്മൾ അരവിന്ദൻ അന്ന് കഴിയില്ലടാ. അതെന്താ? അവൻ മരുന്ന് കണ്ട നീ ലോകത്താണ്. പോടാ അവിടുന്ന് മരുന്നിന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ ജോയി? ഞാൻ പറഞ്ഞില്ലടാ, അവൻ മരുന്ന് കണ്ട ലോകത്താടാ. മരുന്ന് വേണ്ടത് അവനല്ലടാ നിനക്ക്. അതും വെറും മരുന്നല്ല, ഓരോ മരുന്ന്. എന്ത് ചെയ്തിട്ടാലും നമ്മുടെ അരവിന്ദനെ നമ്മൾ പുറത്തുനോടാ. നമ്മുടെ ആ പഴയ ലോകത്തേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം നമുക്ക്. എന്നാ പിന്നെ നിളാം നമ്പ്യാരുടെ പുതിയ വെബ് സീരീസ് കാണിച്ചല്ലോ. ഞാൻ ഉണർത്താനാ പറഞ്ഞത്, അല്ല അവന്റെ ജീവിതകാലം അത് തളർത്താനല്ല പറഞ്ഞത്. ഈ മുരുക്കുമാടനെ നമ്മൾ ഇനി എന്തോ കാണിച്ച് ഉണത്തോടാ. അതല്ലേടാ ഞാൻ പറഞ്ഞത്, അവൻ മരുന്ന് കണ്ട ലോകത്താടാ. ഈടാ കാലം പാടാ, ഇതിലും വേണ്ടി മരുന്നിന്റെ എവിടെ ഇരിക്കുന്നതാ. നമുക്ക് ഈ നമ്മുടെ അരവിന്ദനെ തിരിച്ചു കിട്ടില്ലല്ലേടാ. ഇനി അല്ല തേങ്ങ ഉണങ്ങിയിരുന്നു. അതല്ല, ദൈവത്തിന്റെ കൈകളിലാണ്. അവൻ മരുന്ന് കണ്ട ലോകത്താടാ. ഇത് കഴിയട്ടാ, നിനക്കുള്ള മരുന്ന് ഞാൻ തരാടാ. പത്മിനിക്ക് സുഖമാണോടാ. ഇതിന്റെ ഇടയിൽ കൂടോ അവക്ക് കൂട്ടിക്കൊടുപ്പാടാ. ജോയി നീ എന്തായി പറയുന്നേ? ആ കൂട്ടിക്കൊടുപ്പല്ലടാ, നാസിറളയപ്പന്റെ കൂടെ പെയിന്റ് കൂട്ടിക്കൊടുപ്പാടാ ജോലി. ആ പൈസ കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. ഇവൻ മരുന്നുകളുടെ പരിഭവചന്ദ്രൻ പാതിമറഞ്ഞു പാടാൻ മറന്നു കുയിലിണകൾ. താരുകൾ വാടി തളിരുകളിടറി രജനീഗന്ധികൾ. ആരടാ? ജോയി അവന്റെ വിരലണങ്ങടാ. വിരലനങ്ങുന്നത് ഞാൻ കണ്ട്. തനിക്കെന്താണോ വിരലനങ്ങുന്നത് ഞാൻ കണ്ട്. അവൻ മരുന്നുകളുടെ നീ ഇത്രയും മരുന്നുണ്ടായിരുന്നു. അവന്റെ കൈ മാത്രമല്ല വേറെ പലതും പൊങ്ങിയനെ. എടാ ജോയി നിന്റെ ഫോൺ ഇപ്പൊ കേട്ട റിംഗ് ടൂൺ ഇല്ലേ? ആ റിംഗ് ടൂൺ അവനെ നിട്ടുകൊട്. അവന്റെ ഒന്ന് പൊങ്ങട്ടെ, അല്ല അവനൊന്ന് എണീക്കട്ടെ. Shake it, shake it, shake it.